വടക്കാഞ്ചേരി നഗരസഭയിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് നഗരസഭ കോൺഫറൻസ് ഹാളിൽ വെച്ച് യോഗം നടന്നു. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ അടിയന്തരമായി നിർവഹിക്കണമെന്നും വാർഡ് ശുചീകരണ സമിതി കൂടുകയും മാരകമായ അസുഖങ്ങളെ നിയന്ത്രിക്കുന്നതിന് ആരോഗ്യ വിഭാഗവുമായി ചേർന്ന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിനും മഴ പെയ്തു കഴിഞ്ഞാൽ ഉണ്ടായേക്കാവുന്ന പകർച്ചവ്യാധികൾ തടയുന്നതിന് വാർഡ് ഹെൽത്ത് സാനിറ്റേഷൻ കമ്മിറ്റി വിളിച്ചു ചേർത്ത് പകർച്ചവ്യാധികൾ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി മെയ് 8, 9 തീയതികളിൽ വാർഡുകളിലെ കാനകളും മലിനജലം കെട്ടിക്കിടക്കാവുന്ന സ്ഥലങ്ങളും ശുചീകരണ പ്രവർത്തനങ്ങൾ ചെയ്ത് വൃത്തിയാക്കേണ്ടതാണ്. നഗരസഭയിലെ എല്ലാ ഡിവിഷനുകളിലെയും ചാലുകളിൽ കെട്ടിനിൽക്കുന്ന മലിനജലം ഒഴിവാക്കുന്നതിനും വെള്ളക്കെട്ട് ഉണ്ടായേക്കാവുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിനും കിണർ ഉൾപ്പെടെയുള്ള പൊതുജലാശയങ്ങൾ ക്ലോറിനേഷൻ നടത്തുന്നതിനും തീരുമാനിച്ചു. വാർഡ് ശുചിത്വ സമിതികൾ കൂടുന്നതിനും ശുചിത്വം ഉറപ്പുവരുത്തുന്നതിനായി ആഴ്ചയിലൊരിക്കൽ ഡ്രൈ ആയി ആചരിക്കുന്നതിനും തീരുമാനിച്ചു. യോഗത്തിൽ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CV മുഹമ്മദ് ബഷീർ സ്വാഗതം പറഞ്ഞു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ OR അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ ശ്രീ PN സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. കൗൺസിലർമാർ, ഹെൽത്ത് വിഭാഗം ജീവനക്കാർ, അംഗൻവാടി പ്രവർത്തകർ, കുടുംബശ്രീ പ്രവർത്തകർ, വിവിധ രാഷ്ട്രീയ പാർട്ടിക്കാർ, മാധ്യമ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. നമ്മൾ ഇങ്ങനെ ഒരു യോഗം വിളിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം സ്വാഗതം പറഞ്ഞ ബഷീറും അധ്യക്ഷയും ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനം അടിയന്തരമായി നമുക്ക് നിർവഹിക്കേണ്ടതുണ്ട്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇന്നലെയും ഇന്നും നാളെയൊക്കെയായി മഴ പെയ്യാനുള്ള സാധ്യത, മഴ ഇത്തവണത്തെ നല്ല ഇടിമിന്നലോട് കൂടിയിട്ടുള്ള മഴയ്ക്കുള്ള സാധ്യതയുണ്ട്, ഇടിമിന്നൽ അപകടമാണ് എന്ന രീതിയിലൊക്കെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ സമയത്തിനകത്തും ഇടിമിന്നലിന്റെ ഭാഗമായി നമ്മുടെ കേരളത്തിൽ 4 പേര് മരിച്ചിട്ടുണ്ട്. ഇടിമിന്നലുണ്ടാവുമ്പോൾ പൊതുസ്ഥലത്ത് നിൽക്കാൻ പാടില്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ വലിയ കുടിവെള്ളക്ഷാമമാണ്. ഇപ്പം നമ്മൾ കുടിവെള്ളം ലഭ്യമാകാത്തതിൻ്റെ ഭാഗമായി പിടിവലിയാണ്. നമ്മുടെ നഗരസഭയിൽ 8 വണ്ടികൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വണ്ടി ഒരു ദിവസം 12 ട്രിപ്പാണ് എടുക്കുന്നത്. ഏകദേശം 4000 ലിറ്റർ വെള്ളമാണ് ഒരു ട്രിപ്പ് പോണത്. അപ്പോൾ ഏകദേശം ഒരു വണ്ടി ഏകദേശം 50,000 ലിറ്റർ വെള്ളം ഒരു വണ്ടി. അങ്ങനെ 8 വണ്ടി ഓടുമ്പോൾ 8 × 50 എത്ര ലിറ്ററാണെന്ന് നിങ്ങൾ കണക്കൂട്ടിയാൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. എന്നിട്ട് പോലും എല്ലാ ദിവസവും എല്ലാ പ്രദേശത്തേക്കും കൊടുക്കാൻ വേണ്ടി നമുക്ക് കഴിയില്ല. 1-2 ദിവസങ്ങളിൽ കൊടുക്കണം എന്നാണ് നമ്മൾ തീരുമാനിച്ചത്. പക്ഷെ എല്ലാ കാര്യത്തിലും എല്ലാവർക്കും മുൻകൈയുണ്ട് എന്നുള്ളതുകൊണ്ട് 10,500 ലിറ്റർ വെള്ളത്തിൻ്റെ പാത്രം വെച്ച് ഒരടി അപ്പുറത്തേക്ക് വണ്ടി വിടാൻ സമ്മതിക്കുന്നില്ല. ഈ വെള്ളം പാത്രം നിറച്ചിട്ട് നിങ്ങൾ പോയാൽ മതി എന്ന നിലപാട് സ്വീകരിക്കുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കൗൺസിലിൽ 400 ലിറ്റർ വെള്ളം 1-2 കൊടുക്കാൻ കഴിയാവുന്ന രീതിയിൽ സ്ഥിതിയൊക്കെ ഉണ്ടാക്കാം എന്നൊക്കെ തന്നെ പറഞ്ഞെങ്കിൽ പോലും അതനുസരിക്കാൻ കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ പ്രയാസം നേരിട്ട് കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ 1-2 ദിവസം എല്ലാവർക്കും വെള്ളം കൊടുക്കാൻ വേണ്ടി നമുക്ക് കഴിയില്ല. മാത്രമല്ല, വെള്ളം എടുക്കുന്ന സ്ഥലങ്ങളിലും വെള്ളം ആവശ്യത്തിന് ലഭ്യത പ്രശ്നമുണ്ട്. ഇപ്പോൾ നമ്മളെ ഗ്രൗണ്ടിലെ സ്രോതസ്സുണ്ട്, പ്രൈവറ്റ് സ്രോതസ്സ് കാഞ്ഞിരക്കോട്ടുനിന്നും അപ്പുറത്ത് കുറാഞ്ചേരി നിന്നും നമ്മൾ സ്വീകരിക്കുകയാണ്. അപ്പോൾ കുറാഞ്ചേരി നിന്നും കാഞ്ഞിരക്കോട്ടുനിന്നും എടുക്കുന്ന വെള്ളത്തിന് പൈസ കൊടുക്കണം. നമ്മുടെ ഗ്രൗണ്ടിലെ സ്രോതസ്സിന് നമ്മുടെ വെള്ളമാണെന്നുള്ളതുകൊണ്ട് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നം നിലനിൽക്കുകയാണ്. അപ്പോൾ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ സ്വഭാവം മാറും. മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഉയർന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ മല ഇറങ്ങി വരാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ അപ്പുറത്തെ താഴ്ന്ന പ്രദേശങ്ങളിലാണ് വെള്ളക്കെട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സമതല പ്രദേശങ്ങളിൽ വെള്ളം കെട്ടിക്കിടന്ന് മാരകമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഈ സാധ്യതകളൊക്കെ തന്നെ നല്ലതുപോലെ ശ്രദ്ധിക്കണം എന്നത് പറയാൻ വേണ്ടിയാണ്. അപ്പോൾ അതിനാവശ്യമായ രീതിയിൽ 41 ഡിവിഷനിലും വാർഡ് സാനിറ്റേഷൻ കമ്മിറ്റി ഉണ്ട്, ശുചിത്വ കമ്മിറ്റി, വാർഡ് കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റി നാളെയും മറ്റന്നാളുമായിട്ട് വിളിച്ചു കൂട്ടണം. ഓരോ വാർഡിനകത്തുള്ള ചാലുകൾ വൃത്തിയാക്കാൻ വേണ്ടി നമുക്ക് കഴിയണം. വീടുകളിലെ വെള്ളക്കെട്ട് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ആരംഭിക്കാൻ വേണ്ടി കഴിയണം. അങ്ങനെ കൂട്ടായ രീതിയിൽ നമ്മൾ തീരുമാനിക്കുകയും ആ കൂട്ടായ തീരുമാനങ്ങൾ വികേന്ദ്രീകരിക്കുകയും വേണം.